ഇസ്രായേലും ഹമാസും ഉടൻ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് സംസാരിച്ചത്. ഗാസയിൽ നിന്നുള്ള അവസാന ബന്ദിയുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറിയതിനു ശേഷമായിരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പ്രവേശിക്കുക. ഹമാസിന്റെ നിരായുധീകരണവും ഗാസയിലെ സൈനികവൽക്കരണവും ഉടൻ ആരംഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗാസയെ സംരക്ഷിക്കാൻ രാജ്യാന്തര സേനയെ വിന്യസിക്കുക, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഇന്റർനാഷണൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ദൈനംദിന കാര്യങ്ങൾ നടപ്പാക്കുന്നതിനായി താൽക്കാലിക പാലസ്തീൻ സർക്കാർ രൂപീകരിക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 24 വയസ്സുകാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ റാൻഗൊലിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഹമാസ് ഇതുവരെ കൈമാറിയിട്ടില്ല. ഗാസയിൽ നിന്നുള്ള അവസാന ബന്ദിയുടെ മൃതദേഹാവശിഷ്ടവും ഇസ്രായേലിൽ നിന്ന് 15 പാലസ്തീൻകാരുടെ മൃതദേഹവും കൈമാറിയതോടെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ പൂർണ്ണമാകുകയുള്ളൂ. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയുടെ ഭരണ ചുമതല വഹിക്കുന്ന രാജ്യാന്തര സമിതിയെ ഈ വർഷാവസാനത്തോടെ പ്രഖ്യാപിക്കും. ബോർഡ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ ട്രംപ് ആയിരിക്കും. മധ്യപൂർവ്വ ദേശത്തെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും നേതാക്കൾ അംഗങ്ങളാകും. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഈ മാസം നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായേക്കാം. ഗാസയിലെ ദൈനംദിന ഭരണകാര്യങ്ങൾക്കായി പാലസ്തീൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സമിതിയെയും നിയോഗിക്കും. സമാധാനം നിലനിർത്താനും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനുമായി രാജ്യാന്തര സുരക്ഷാ സേനയെ വിന്യസിക്കാനും പദ്ധതിയുണ്ട്. അടുത്ത വർഷം ആദ്യം ഈ സേന ഗാസയിൽ പ്രവർത്തനം ആരംഭിച്ചേക്കും. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു.